ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ. എന്താ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? അതാവാൻ വഴിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കിടക്കാനെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാൽ മതി. എല്ലാം ശരിയാവും. വാ. അല്ലെങ്കിൽ എന്നെ അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തിവെക്കുന്ന ആണോ? എന്നാ സൈക്കിളിൽ കറിക്കോ. ഇതിലോ? ആ, നടന്നു പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പോകും. പെട്ടെന്ന് കറിയോ. പതുക്കെ. എന്തൊരു വെയിറ്റപ്പാ, മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല, എനിക്കില്ല. ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ? സാർ, ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സാവാച എനിക്കൊന്നും അറിയില്ല. മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ. നീ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് വിളിക്കാടാ, ഞാൻ നിന്നെ കാറ്റ് വിളിക്കാം. സാർ, ഞാൻ അനാവശ്യം പറയരുത് കേട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാണെന്നോ? അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്. നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? നീ എവിടേക്ക് അങ്ങോട്ട് നോക്കണം, ഇവിടെ നോക്കണം. പെൺകോന്താ മുന്തിരി, നീ ബേജാറാക്കി വിടാ. ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഡോക്ടർ വന്നു. ഇയാൾക്ക് തലവർക്ക് മാറിയപ്പോ ഭ്രാന്തായോ? സാർ, ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു. ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിൽ പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നവൻ ഇങ്ങനെ 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 ചവിട്ടി കൂട്ടോ. തിമ്മയ്യന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത്. അത് സത്യ. അയാള് വന്നാല് കുറച്ച് പ്രശ്നം തന്നെ. തിമ്മയ്യന്? അയാളാരാ? അയാൾക്ക് എന്റെ ബാങ്കുമായിട്ട് ബന്ധം? സാർ അന്ന് പറഞ്ഞ തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ, അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതല്ല. പിന്നെ സാറേ, ഇവിടത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടാരിക്കും ഒക്കെ 2000-3000 വച്ച് തിമ്മയ്യന്റെ കടം വാങ്ങി. അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്ര പേപ്പറിൽ വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെച്ചു. അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് അയാൾ കടം കൊടുത്തിരിക്കുക. അപ്പൊ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ? മാനേജർ കൊടുക്കില്ലല്ലോ. എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ. അതും തിമ്മയ്യന്റെ ശിങ്കിടികൾക്ക് മാത്രം. അല്ല, ഇതെന്താ കളിമണ്ണെ ചവിട്ടി കുഴക്കാണോ? എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്ക് വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖം അല്ലേ സാറേ? എനിക്ക് കേട്ട് പരിചയമില്ല. കുഴപ്പമില്ല, സാറിന് ഇനി സമയമുണ്ടല്ലോ. അല്ല, ആ കള്ളക്കാള വരുന്നതിന് മുമ്പേ മോള് കയറി കിടന്നോ. ആ തലോണി എടുത്തു വെച്ചോ. എന്ത് തോന്നിയ സാറേ കാണിക്കണേ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്നെ നശിപ്പിക്കാൻ വന്ന ഒരുത്തനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. അതെന്ത് വർത്താനമാണ് സാറേ? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറിത്തരാം. പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണ വരാം. സ്ഥലോ? നിന്നെ ഈ ഏരിയയിൽ കണ്ടാ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലുപിടിക്കും. ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ? ശ്രാവണഗിരി സാറിന് തിരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. സാർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കും. എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാണ് വടി വരുമ്പോ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കണേ? ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി പ്രൗജി എന്ന് വെച്ചാ അത് തന്നെ. ಒಳಗ್ ಬಂದ್ ಕೂತ್ಕೊಳ್ಳಿ, ಮಜ್ಜಿಗೆ ಕುಡಿಯೋಣ. എന്നാലേ പെരുവഴി കിടന്നാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണില്ല. അത്താഴ പട്ടിണിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടുന്നിട്ട് അതിന്റെ വീതം പറ്റുന്ന താനൊക്കെ മനുഷ്യനാണോ? തന്റെയും തിമ്മേന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. തന്റെ ജോലിയും കളഞ്ഞ് തന്നെ അഴി എണ്ണിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും. നോക്കിക്കോ.
ಏನಾಯ್ತು ತಲೆ ಸುತ್ತತಾ നടക്കടാ ಏ മണിക്കുട്ടി നടക്കടാ എവിടേക്കാ നീ ആ വീട്ടിൽ നിന്റെ ചൂളാടി കേൾക്കുന്നത് ആ എന്താണ് ഓടെല്ലാം പൊട്ടിയതാണ്. അത് ശരി, മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? അല്ല അത് ഞങ്ങൾ കാക്ക അറിഞ്ഞതാ. അതിന് എന്റെ തലയിലാണ് കാക്കരിക്കണേ. അത് ഞങ്ങള് തല കണ്ടപ്പോ എന്റെ തലയിൽ ഒന്നുമില്ലെന്ന് കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അല്ല ശശന, അണ്ണനെ ആരെ ട്യൂൺ പഠിപ്പിച്ചത്? അതോ ഹരിപ്രസാദ് ചൗരസ്യ, കേട്ടിട്ടില്ലേ? വലിയ പുല്ലാങ്കുഴൽ വിദഗ്ധൻ. അദ്ദേഹം എന്റെ അച്ഛന്റെ വകയിൽ ഒരു അളിയന. എന്താ പഠിക്കണോ? നോക്കല്ലോ ഇന്ന് നിന്റെ കാല് തല്ലി ഒടിച്ചിട്ട് ബാക്കി കാര്യം. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. ഞാൻ കാര്യമായിട്ട് എടുത്തു. അയ്യോ എന്താ ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം അത്. നേതാവ് ആ പാർത്തിന്റെ പെങ്ങള് രാധ. ആ കുഴമ്പ എവിടെ ഇരിക്കണേ? ഞാൻ ചിലപ്പോ ലോൺ വാങ്ങിണ്ടാവും. ആ കാശിന് പശുവിനെ വാങ്ങിണ്ടാവും. അത് ഞാനെന്തിനാ തന്നോട് സമാനം പറയണേ? താനാണോ എനിക്ക് ലോൺ തന്നത്? സഹോദരൻ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള പണം തിരിച്ചടപ്പിക്കാനും ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ. തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് എന്നാ മാത്രം മതി. എഴുത്തറിയില്ലെങ്കിൽ വിഷമിക്കണ്ട, വെറുതെ ഷൂന്നൊന്ന് വരച്ചാ മതി. സമ്മതമല്ല. എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ. അയാളൊന്ന് പറയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കുള്ളത്. എന്താ? ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ. ചേട്ടാ, എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ? ആദ്യം പലിശയെങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക്. കുറെ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറേനെ ബാങ്കിൽ ഇളവ് വാങ്ങിച്ചു തരും. സാറ് ഭയങ്കര വിശാല ഹൃദയന. ആ ഹൃദയത്തിൽ ഓട്ടയുണ്ടെങ്കിലേ വേഗം സ്ഥലം വിട്ടോ. തിമ്മയും മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത്. മുതലാളിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കടോ. തന്നോടേ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ പണം തിരിച്ചടക്കാൻ എഴുതി ഒപ്പിട്ടേരിക, അല്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകും. ഇത് രണ്ടും നടക്കില്ല. പശുവിനെ കഴിക്കുക, ഒന്ന് കാണട്ടെ. കാണാനൊന്നുമില്ലടോ. ശശി, പശുവിനെ അയച്ചേ. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അത് തടയാൻ വന്നാലുണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കി ഞങ്ങള്. ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയണോ എനിക്ക്? അറിയാമോ തനിക്ക്? കഴിഞ്ഞ ഉഗാദി മാസം 16-ാം തീയതി ഒരു തണുത്ത വെളുപ്പാൻകാലത്ത് ബർമുഡ ഹള്ളിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന് 18 പേരെ ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു ഫീൽഡ് ഓഫീസറെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അത് ഈ നിൽക്കുന്ന സാറല്ല. പക്ഷെ അതേപോലത്തെ ഒരു സാഹചര്യം വന്ന എത്ര പേരെ വേണമെങ്കിലും സാരിച്ച് നിലംപരിശാക്കും. അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരമല്ലേ വലുത് ചേട്ടാ. ഇതൊക്കെ എന്തിനാ ഇയാളോട് സംസാരിക്കുന്നത്? പശുവിനെ കഴിക്കണോ? ഞാൻ അയച്ചോട്ടെ. നിക്ക്. നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ലേ ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ? അതെ. അപ്പൊ ഈ കയർ എനിക്ക് അടിച്ചെടുക്കാമല്ലോ. അതെന്റെ കാശ്. അയ്യോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം വന്ന് ജപ്തി ചെയ്തോണ്ടോ അല്ലേ സാർ? അല്ലെങ്കിൽ കയറൊന്നും ലോണായിട്ട് താ. എടോ, പശുവിനെ പിടിച്ചോണ്ട് വാടോ. സാറല്ലേ ഓഫീസർ, സാറ് ജപ്തി ചെയ്തോണ്ടോ? ഞാൻ ജപ്തി ചെയ്തിരിക്കുന്നു. താൻ കൂട്ടിക്കൊണ്ടു വാ. വിളിക്കുമ്പോ കൂടെ എന്റെ ഭാര്യ ഒന്നുമല്ല സാർ. അത് ഇഡിയറ്റ്. ഇത് കിട്ടും സാർ. ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല, ഞാൻ കാണിച്ചു തരാം. കോഴിയാ ഇനി കൊണ്ടു. പശു, ഞാൻ പറയുന്നത് കേട്ട് നിക്ക്. ഓടല്ലേ പശു, പശു. പശു എന്തെങ്കിലും ഓടിക്കല്ലേ? ഞാൻ പറയുന്നത് കേട്ട്. ദാദീജി, എന്നാ ഫോട്ടോ പിടിച്ചാൽ പയ്യന്റെ പിന്നാലെ ഓടുന്നു. പയ്യന്റെ പിന്നാലെ ഓട്. ഇനി ഭ്രാന്താണോ? നീ വാ. ഞാൻ ആരാധന. അയ്യോ, പശു
പശു പശു പശു പശു അയ്യോ ഛെ, ഇപ്രാവശ്യം ആളുടെ മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല. വാ. ശശി ശശി ഞാൻ ഇവിടെ ഉണ്ട് സാർ. തന്നെ ആരാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ആ സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടിരിക്കണ ആരാ? കുറച്ചു മുമ്പ് ആ രാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു, കൂടെ കൂട്ടുകാരികളും. എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. എത്രയായാലും ഞാൻ കല്യാണം കഴിക്കാത്തൊരു ബാച്ചലർ അല്ലേ, വീണുപോയി. എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു. വാതിന് പുറത്തു നിന്നും കുറ്റിയിട്ടപ്പോഴാ എന്നെ ട്രേപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. റേപ്പ് ചെയ്യാനോ? അല്ല, ട്രേപ്പ് കൊടുക്കുക. ട്രാപ്പ്. ഓ, അങ്ങനെയും പറയാമോ? ട്രാപ്പ് ട്രേപ്പ്. എന്നിട്ട് എന്തുണ്ടായേ? എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന് എന്നോട് ഫോട്ടോ ചോദിച്ചു. ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ദാ ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരശു ഉണ്ടല്ലോ, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് എന്റെ നെഞ്ചത്ത് ഒറ്റ ഏറ്. ആ ഉടുകു എൻ നെഞ്ച് തകുണ്ടോ? എന്താ? അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവൂ. അല്ല സാറേ, അവർ ഈ ഫോട്ടോ ഫിലിം എന്നൊക്കെ പറയണുണ്ടായിരുന്നല്ലോ. ഇനി സാർ അവരുടെ ഫോട്ടോ വല്ലതും എടുത്തിട്ടുണ്ടോ? അവരെങ്ങോട്ടാ പോയത്? അതും ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ട് എന്നെ ഈ പൂട്ടിയിട്ടിട്ട് എങ്ങടായി പോണെന്ന്. അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സാർ വലുത്. കണ്ടു. സ്ഥലത്തെ പ്രധാന കേടി നേരിട്ട് കാണാനാ വന്ന്. എന്തിനാ വീട്ടിലൊന്ന് ശശി മുറി പൂട്ടിയിട്ടത്? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ വലിച്ചു വരിഞ്ഞത്? എന്തിനാ ഞങ്ങൾ കുളിക്കുമ്പോ വന്ന് ഫോട്ടോ എടുത്തത്? ഫോട്ടോയാ? ആ ഫോട്ടോ മുഖത്ത് കരുതേച്ച് വന്നാൽ ഞങ്ങൾക്ക് ആളെ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? മര്യാദയ്ക്ക് ആ ഫോട്ടോ നെഗറ്റീവ് തിരിച്ചു തരുന്ന നല്ലത്. ഓ, ആ ഫോട്ടോ കുറെ നല്ല പോസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വേണോ? എന്നാലേ തരുന്നില്ല. വീട്ടിൽ കയറി ഒന്ന് തോന്നിയ ദിവസം കാണിക്കാൻ ധൈര്യം കാണിച്ചവരല്ലേ. ഇനി കന്നഡപ്രഭ, തരംഗ, പ്രജാവാണി, ഉദയ, മനോരമ, മാതൃഭൂമി, മംഗളം ഈ പുസ്തകങ്ങളുടെ ഒക്കെ കവർ പേജ് നോക്കിയാൽ മതി, കാണാം. ഞാൻ കുറെ പോസ്റ്റർ അടിച്ചങ്ങോട്ട് ഇറങ്ങാൻ പോവാ, നാട് മുഴുവൻ ഇങ്ങനെ ഒട്ടിക്കാൻ. പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലേ ഇത്രയും സാമർത്ഥ്യം മോനെ എറിയരുത്, കല്ലാണ് മോനെ. കൈവിട്ടാ പോയി. ഞങ്ങൾ കോമഡി പറഞ്ഞോണ്ടിരിക്കായിരുന്നില്ലേ. കളിക്കരുത്, കൈവിട്ടാ പോയി. വെറുതെ നിൽക്കല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ബുദ്ധിയില്ലാത്ത ചെക്കനാണത്. വർക്കിയുടെ പശുവിനെ അയച്ചുവിട്ട ബാങ്കുകാരനാണോ? ഇറങ്ങി വേണോ? ഇറങ്ങി വാ മര്യാദയ്ക്ക്. നീയാണോ പശുവിനെ അയച്ചുവിട്ടത്? അതെ, ഞാനാണ്. ഇവിടുത്തെ ഒരു കുടിലിൽ കയറി പശുവിനെ അഴിച്ചുവിടാൻ നീ ആയോടാ? വെട്ടിയെറിഞ്ഞ് ശ്രാവണഗിരി പുഴയെ താഴ്ന്നു തന്നെ ഞങ്ങള്. നാളെ നേരം വെളുത്ത് പാല് ഇറക്കാൻ തൊഴുത്തി ചെല്ലുമ്പോ പയ്യ അവിടെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. നിങ്ങൾ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വന്നല്ലോ, കയ്യേറ്റത്തിന് വന്നതല്ലേ. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. നീ നിസ്സാരമായിട്ട് കയറൂരി വിട്ട പയ്യണ്ടല്ലോ, അത് ഞങ്ങൾ ഈ നാട്ടുകാർ അന്നോ അറിയോ? നിനക്ക് കയറൂരി വിട്ടത് സാറല്ല, വർക്കിയാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഞാൻ ജപ്തി ചെയ്യാൻ വന്നു എന്നുള്ളത് സത്യ. അതെന്റെ ജോലിയുടെ ഭാഗ. നിങ്ങൾ പറഞ്ഞ പോലെ പശുക്കൾ നിങ്ങളുടെ അന്നമാണെങ്കിൽ ഈ ജോലി എന്റെയും അന്ന.
ഏതായാലും എല്ലാവരും ഒരുമിച്ച് വന്നത് നന്നായി. ഇനിയിപ്പോൾ ആരെയും വീട്ടിലൊന്ന് കാണണ്ടല്ലോ. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. നിങ്ങളിൽ പലരുടെയും കിടപ്പാടത്തിന്റെ ആധാരം പണയം വെച്ച് തിമ്മേൻ ബാങ്കിൽ നിന്ന് വലിയ വലിയ തുകകൾ ലോണായിട്ട് എടുത്തിട്ടുണ്ട്. നാളിതുവരെ 5 നയാ പൈസ മുതലാളി തിരിച്ചടച്ചിട്ടില്ല. പണമടയ്ക്കാത്തവരുടെ വസ്തുവകൾ ജപ്തി ചെയ്യാനാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ദേ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രപ്പൻ. ഓ, ചന്ദ്രപ്പൻ. ഈ രോഷം കൊള്ളുന്ന നിങ്ങൾ അടയ്ക്കേണ്ട 50,000 രൂപ. അതിന്റെ പലിശ ആ. പാർത്ത എനിക്ക് നിങ്ങൾ ആരെയും ദ്രോഹിക്കണമെന്നില്ല. നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അങ്ങനെ. അതല്ല എന്നെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും തിരിച്ചേക്കാനാ ഭാവമെങ്കിൽ എനിക്ക് പകരം വരുന്ന ആളും ഇത് തന്നെ ആവർത്തിക്കും. പാർത്ത ഇവരെ ചൊല്ലി ഏൽത്തായതേ. അതെ, തിന്മേനെയും നമ്മളെയും തമ്മിൽ തെറ്റിക്കുവാൻ കള്ളം പറയുക. ഇവൻ എന്ത് ചെയ്യണമെന്നറിയോ? മാറ്. താൻ പറഞ്ഞതൊക്കെ സത്യമാണോ? വിശ്വാസം ഇല്ലെങ്കിൽ എഴുത്തും വായന അറിയാവുന്ന ആരെങ്കിലും കൂട്ടി നാളെ ബാങ്കിൽ വാ, ഞാൻ രേഖകൾ കാട്ടിത്തരാം. എഴുത്തും വായന അറിയാവുന്നവരെ കൂട്ടിയിട്ട് വരാം. പക്ഷെ ഈ പറഞ്ഞതൊക്കെ സത്യമായിരിക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണം വെച്ചിട്ട്